Okay, welcome to all. I am Satish Kumar. CBSE State and 10th Electricity Part in the textbook നോക്കാൻ പോകുന്നത് ആ ലാസ്റ്റ് പേജിലുള്ള. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കിന്നിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പീസ് ഓഫ് വയർ റെസിസ്റ്റൻസ് R, capital letter R, is cut into 5 equal parts. These parts are then connected in parallel. If the equivalent resistance of these combinations are R dash, what is the ratio of R by R? ഒരു R റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ പാർട്സുകളെല്ലാം കൂടെ പാരൽ ചെയ്തു. പാരൽ ചെയ്യുമ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കുമെന്നും അപ്പം അതിൻ്റെ റേഷ്യോ ഓഫ്, അതായത് രണ്ട് നമ്മളെ റേഷ്യോ, അതായത് ഒറിജിനലുള്ള വാല്യൂവിൻ്റെയും പിന്നെ പാരൽ ചെയ്തതിൻ്റെ വാല്യൂയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറിയാം, ഫസ്റ്റ് റെസിസ്റ്റൻസിന് 6 ആണെങ്കിൽ അതിന് 5 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ പീസിനും R/5 ആയിരിക്കും. അപ്പോൾ R/5 ആണെങ്കിൽ R/5നെ പാരലി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R/5 ആയിരിക്കും. അപ്പോൾ 1/R/5 പ്ലസ് 1/R/5 എന്ന് വെച്ചാൽ 10 പ്രാവശ്യം, അല്ല 5 പ്രാവശ്യം, അങ്ങനെ 5 പീസസ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. 1/R എന്ന് പറയുന്നത് 1/R ഡാഷ് എന്ന് പറയുന്നത് 1/R/5 പ്ലസ് 1/R/5 പ്ലസ് അങ്ങനെ 5 പ്രാവശ്യം. ഓക്കെ, ഇനി നമുക്കത് വീണ്ടും നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 1/R ഡാഷ് എന്ന് പറയുമ്പോൾ ഏതാണ് ഇതിൻ്റെ LCM എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 25/R എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R ഡാഷ് എന്ന് പറയുന്നതോ, അതായത് 1/Rൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ തലതിരിച്ച് R/25 ഓം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ R/25 ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു 25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ റേഷ്യോ ഓഫ് R/R ഈസ് 25. ഓക്കെ, താങ്ക് യു.